നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് 5 പ്ലേറ്റ് ചോറ് വരും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നല്ല മൊരിഞ്ഞൊരു മീനാട്ടോ എടുക്കണത്. അതുകൂടെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പൊരിച്ച നങ്കിമീനാണ് കേട്ടോ. അപ്പോൾ നങ്കിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് മാന്തൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഉണക്കമീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടിക്കഴിക്കുന്നത് നല്ല വെറൈറ്റി ആയ നമ്മുടെ പാലക്കാടൻ മുളകുവറുത്ത പുളിയാണ്. ഇപ്പോൾ മുളകുവറുത്ത പുളി എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുകളിൽ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുകളിൽ കയറി നോക്കിയാൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. അപ്പോൾ നമ്മൾ ഈ മുളകുവറുത്ത പുളിയും ഈ നങ്കിമീനും ചേർത്തിട്ടൊരു പിടി പിടിക്കുന്നത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. എങ്ങനെയുണ്ടാവും, നല്ല ഉഷാറായിരിക്കും. നമ്മൾ നല്ല ചട്ടിയിലൊക്കെ ഈ ചോറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മുളകുവറുത്ത പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് ഇറക്കാം. വാ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മുടെ നങ്കിമീൻ മൊത്തമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ള ടൈം ആട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ മഴയൊക്കെ ചെറുതായി വരാനുള്ള ഒരു ചാൻസിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഇരുന്നിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ട്, അവിടെ ഇരുന്നിട്ടാട്ടോ ക്ലീൻ ചെയ്യണത്. നല്ല വൃത്തിയായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഈസി ആയിട്ട് അതിൻ്റെ തൊലിയൊക്കെ വരും. ഫൈനാട്ടോ, നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി അത് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂട്ടുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതെന്തായാലും മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമ്മൾ ഏകദേശം ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ അവിടെ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അതായത് നമ്മുടെ ഗാർലിക്ക്, അത് 3 അല്ലി മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മഞ്ഞൾപ്പൊടി. അതിന് ശേഷം കുറച്ച് മുളക് പൊടി. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-2.5 സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. പിന്നെ ഇത് കുറച്ച് കുരുമുളകാണ്. കുരുമുളകും കൂടി ഇടുമ്പോൾ നമുക്കറിയാലോ, ആവശ്യത്തിന് നമുക്ക് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അടിപൊളിയായി ഒന്ന് അരച്ചെടുക്കണം നമുക്ക്. അങ്ങനെ നല്ല അടിപൊളിയായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ ഇതുപോലൊരു വാഴയിലയിൽ നമ്മുടെ മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണല്ലോ. ഈ മസാലേനെ നമുക്ക് ഇതിലോട്ട് ഓരോന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മസാലയുടെ, അതായത് നമ്മുടെ മഞ്ഞപ്പൊടിയുടെയും അതേപോലെ ഗാർലിക്കിൻ്റെ ആ പേസ്റ്റിൻ്റെയൊക്കെ മണം നന്നായിട്ട് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഉഷാറായിട്ടുള്ള മസാല നമുക്ക് ഇതിലോട്ട്, ഈ മീനുകളിലോട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ നങ്കിമീനും നമ്മുടെ മുളകുവറുത്ത പുളി എന്ന് പറയുന്നത്. അടിപൊളി കോംബോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇത് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇതിലിങ്ങനെ തേച്ച് കൊടുക്കാം. എന്തായാലും നമുക്കിത് കുറേ ഉണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 ഗ്രാം മീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ അത് ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്ന് നന്നായി സെറ്റ് ആവണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ പാത്രം വെച്ചിട്ട് പാത്രത്തിനുള്ളിലോട്ട് ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഇത് പൊട്ടുകയൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം ഇറക്കാൻ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടൊരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് അടിപൊളിയൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ അരമണിക്കൂറല്ല 1 മണിക്കൂർ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് തുറന്ന് നോക്കാം. ടൺ കണ്ടോ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഴയ ചീഞ്ചട്ടി ആട്ടോ എടുത്തിരിക്കുന്നത്. പഴയ ചീഞ്ചട്ടിയിലാണ് നമ്മൾ എണ്ണ ചൂടാക്കിയിരിക്കുന്നത്. സാധാരണ മാതിരി പാനൊന്നും അല്ല യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നാടൻ രീതിയിൽ മാത്രമാണ് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ മീനുണ്ടല്ലോ അത് ഇതിലോട്ട് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നോക്കി ഇടണം കേട്ടോ. കയ്യിലൊക്കെ തെറിച്ചിട്ട് പിന്നെ നമ്മുടെ ചാനലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ.
നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് 5 പ്ലേറ്റ് ചോറ് വരെ ഉണ്ടാട്ടോ, അത്ര സൂപ്പർ സാധനമാണ്. നമുക്ക് എന്തായാലും ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ പൂ പോലെ ഇങ്ങനെ കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്, ഒരു 5, 6, 7 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ആദ്യം ഇത് മാത്രം ഒന്ന് വറുത്തെടുക്കാം, അതിന് ശേഷം അടുത്ത ബാച്ച് ഇടാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല മൊരിഞ്ഞ് വന്നിട്ട് കണ്ടോ, കറക്റ്റ് പരുവാട്ടോ അത്. അപ്പോൾ നമുക്കിതിന് എന്തായാലും നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. വായിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതുപോലെ ഇങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് സെക്കൻഡ് ബാച്ച് കൂടെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ സെക്കൻഡ് ബാച്ച് മീൻ കൂടെ ഇതിലോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയുണ്ട് കുറച്ച് മീൻ വറക്കാൻ. നമ്മളത് പിന്നെ വറക്കാമെന്ന് കൊണ്ടാണ്, കാരണം അത്യാവശ്യം മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേക്ക് കഴിക്കാൻ ഇതൊക്കെ ധാരാളം ഉണ്ടോ, അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇതിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ ചട്ടിച്ചോറൊക്കെ വെച്ച് കഴിക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡിയാണ്, ചട്ടിയിൽ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത്, നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ മുളക് വറുത്ത പുളി, പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്ത പുളി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ ഇത് ഉണ്ടാക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുകളിലും പോപ്പപ്പ് ഉണ്ടാവും, നിങ്ങൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയാണ്. ഇനി നമ്മൾ എടുക്കാൻ പോണത് നമ്മുടെ നല്ല പൊരിച്ച നങ്കിമീൻ കേട്ടോ. അതുകൂടെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചൂടൊക്കെ ഉണ്ടെങ്കിലും മണം ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഒടുക്കത്തെ മണമാണ്. കഴിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്തായാലും ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് പുറത്ത് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം ആട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമുക്ക് ഇങ്ങനെ കുഴയ്ക്കാം. നന്നായി കുഴച്ചിട്ട് ഒരു അടി അടിക്കാം കേട്ടോ. പൊളിയാട്ടോ ഗൈസ്. അടുത്തായിട്ട് നമ്മൾ നല്ല മൊരിഞ്ഞൊരു മീനാട്ടോ എടുക്കണത്. അതുകൂടെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. പാലക്കാടുകാർക്ക് മാത്രം അവകാശപ്പെടാവുന്നൊരു കോംബോ ആണിത്. ഇതിന് പാലക്കാട് മാത്രമല്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ഇറക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതായാലും നമ്മുടെ ക്യാമറമാൻ വാടാ, അവനും കൂടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ടെ അല്ലേ. ഞാൻ മാത്രം എപ്പോഴും ട്രൈ ചെയ്താൽ പോരാല്ലോ. മീൻ മാത്രമല്ല, ചോറും കൂടെ കഴിച്ചോണ്ട്. പൊളിയാണ് കഴിച്ചിട്ടോ, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. വീട്ടമ്മമാർക്കാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ കോംബോ സംഭവമാണിത്. അതായത് നമ്മുടെ മുളക് വറുത്തപ്പുളിയും നമ്മുടെ നങ്കിമീനും ഭയങ്കര ഉഷാർ കോംബോ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ടാറ്റാ.